കോഴിക്കോട് നിന്ന് രാഹുൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ കോഴിക്കോട് നമുക്കറിയാം വിഭവങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ പെരുന്നാൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവരുടെ ഒരു ഒത്തുചേരൽ, ഒരു സ്നേഹം പങ്കിടലൊക്കെ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ കാണാൻ കഴിയുന്നതും ഏറെ സന്തോഷകരമായ കാര്യമാണല്ലേ? ജയലക്ഷ്മി, തീർച്ചയായും ഈ ഒത്തുചേരൽ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ മാത്രമല്ല പ്രതീക്ഷയുടെയൊക്കെ വലിയൊരു സന്ദേശം തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ കാണുന്ന പന്ന്യങ്കരയിലെ ഓഡിറ്റോറിയത്തിലാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു. ഈ കാലാവസ്ഥ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കോഴിക്കോട് ബീച്ചിലടക്കം ഈദ്ഗാഹുകളില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ഓഡിറ്റോറിയങ്ങൾ, പള്ളികളിലാണ് പ്രാർത്ഥനകളൊക്കെ നടക്കുക. ജയലക്ഷ്മി പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം വീടുകളിലേക്ക് പോയാൽ പിന്നെ പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിക്കുക എന്ന് തന്നെയാണ്. നമ്മൾ ഈ പെരുന്നാൾ നാളുകളിലേക്ക് കോഴിക്കോടിൻ്റെ മെനു വളരെ പ്രധാനമായി ഈ സംസ്ഥാനത്ത് പറയുന്നതുമാണ്. ഏതായാലും അത്തരത്തിൽ ഭക്ഷണമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി പ്രാർത്ഥന കഴിഞ്ഞ് വീടുകളിലേക്ക് പോയി ഭക്ഷണം കഴിക്കുക, അതിനുശേഷം ബന്ധുവീടുകളിലേക്ക് പോവുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തന്നെയായാലും ഇവിടെ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഏകദേശം വിശ്വാസികൾ കൂടുതലായി എത്തിയിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് വിഭാഗത്തിനും പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ സജ്ജീകരണമാണ്, സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നതുകൂടിയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദിവസം, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒക്കെ ഈ ദിനത്തിൽ ഈ പ്രാർത്ഥനകൾക്ക് വേണ്ടി വിശ്വാസികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. നമസ്കാരം, പെരുന്നാൾ ആശംസകൾ. എന്തായി കാര്യങ്ങൾ? എങ്ങനെയാണ്? ഉഷാർ പെരുന്നാളൊക്കെ തന്നെ. ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്? എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഈദ്ഗാഹ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്ലാൻ എന്താ? ഉമ്മേൻ്റെ അടുത്തേക്ക് പോകും. വൈഫാസ് വരണേ, അവിടെ എല്ലാവരും കൂടി ചേരും ഒന്നായിട്ട്. വീട്ടിൽ എന്തൊക്കെ സ്പെഷ്യൽ? എന്താ ബിരിയാണി ആയിരിക്കും പ്രത്യേകിച്ച്. പായസം ഉണ്ടാവും. ഉഷാറാണ് പരിപാടിയൊക്കെ. ഉമ്മാൻ്റെ വീട് എന്ന് പറയുമ്പോൾ? ഉമ്മാൻ്റെ വീടാണ്. ഇപ്പം ഞാൻ വൈഫാസ്ന്നാണ് വരുന്നത്. ഉമ്മാൻ്റെ വീട് എല്ലാവരും കൂടി ചേരും. അനിയന്മാരും പെങ്ങന്മാരും എല്ലാവരും ഫാമിലിയും എല്ലാവരും ഉണ്ടാവും. ഒന്നാഴ്ച ഉച്ചക്ക് അവിടെ ആയിരിക്കും. ഒത്തുചേരലിൻ്റെ ദിവസമാണല്ലേ? ഒത്തുചേരുന്ന ദിവസം. അതെല്ലാവരും സന്ദർശകരും ഇപ്പോൾ പോരാത്തതിന് എല്ലാ അമ്മമാർ എല്ലാവരും കയറി വരും ഉച്ചക്ക് ഒന്നായിട്ട് കോഴിക്കോടിലാണ്. പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആരൊക്കെ വന്നിട്ടുണ്ട്? ഇപ്പോൾ വൈഫുണ്ട്, വൈഫിൻ്റെ ഉമ്മ ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട്. ശരി എന്നാൽ. ഇത് ബെഡ്ഷീറ്റ് അങ്ങനെ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്പെഷ്യലാണ്, വീട്ടിൽ പോകുന്നതൊക്കെ. നമ്മുടെ പെരുന്നാളൊക്കെ എങ്ങനെ? അടിപൊളിയാണ്. ശരി, ഓക്കെ. ഏതായാലും ഇത് തന്നെയാണ് പറഞ്ഞതുപോലെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉമ്മയുടെ വീട്ടിൽ പോകുന്നു. അവിടെയാണ് എല്ലാവരും ചേർന്ന് ഒത്തുചേരുക എന്നുള്ളതാണ്. ഒത്തുചേരലിൻ്റെ ദിവസം തന്നെയാണ് ജയലക്ഷ്മി ഇന്ന്. തീർച്ചയായിട്ടും.